പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് എത്തും. ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സന്ദർശിച്ചേക്കും എന്ന വിവരമാണ് വരുന്നത്. നാളെ രാവിലെ തന്നെ ഒരുപക്ഷെ പുലർച്ചെ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകും. പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ എടുത്തു എന്ന് നേരത്തെ വാർത്താ സമ്മേളന സമയത്ത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടർച്ചയായി ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അമിത്ഷാ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ സ്വന്തം നാടാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന വിജയ് റുപാണി ഉൾപ്പെടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ രാവിലെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടാകും. അതിപ്പോൾ മറ്റൊരു കാര്യം, ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ്. 5 മണിവരെ പൂർണ്ണമായും അടച്ചിരുന്നു. ഇപ്പോൾ അത് പൂർവ്വതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ടോ? 4:30 വരെ സമ്പൂർണ്ണമായി അടച്ചിട്ട് ആയിരുന്നു. എന്നാൽ 4:30 ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി വിമാനത്താവളം. അവർ പ്രവർത്തനം നേരത്തെയുള്ള സാധാരണ നിലയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അതായത് നേരത്തെ നമ്മുടെ കോഴിക്കോട്ടൊക്കെ വിമാനാപകടം നടന്ന സമയത്ത് അത് വിമാനത്താവളത്തിനുള്ളിൽ തന്നെയായിരുന്നു അപകടമുണ്ടായത്. അതുകൊണ്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കുറച്ചധികം സമയമെടുത്തിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് പറന്ന് പൊങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോയി വിമാനത്താവളത്തിൻ്റെ പരിധി കഴിഞ്ഞ് അപ്പുറത്താണ്. അതുകൊണ്ട് റൺവേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യോമഗതാഗതവും മറ്റുമൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകുന്നത്. പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്. ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കാണുന്നത്. ബാക്കി പത്രം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം, ഒരു ജീവൻ മാത്രമേ ആ ദുരന്തം ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി 241 മനുഷ്യന്മാരുടെയും ജീവൻ കവർന്നെടുത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അത് വന്ന് പതിച്ച സ്ഥലത്തുള്ള കുറേ മനുഷ്യന്മാർക്കും അവരുടെ ജീവിതത്തിന്റെ നിലവിലത്തെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തെന്ന് പോലും നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളില്ല. അതിൽ ഡോക്ടർമാരുണ്ട്, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, മറ്റാളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. എന്തായാലും ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ 1 കോടി രൂപ മരിച്ചവരുടെയൊക്കെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ചികിത്സാ ചെലവ് അവർ വഹിക്കുമെന്നുള്ള കാര്യവും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ തന്നെയാണ് അവരും ഉള്ളത്. രാജ്യം കണ്ട വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ 2ാമത്തെ ദുരന്തമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത്.